പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പവർ വിഷൻ TV-യിലൂടെ അനേകായിരങ്ങൾ സുവിശേഷം കേൾക്കുവാനും കർത്താവിൽ വിശ്വസിക്കുവാനും കർത്താവിൻ്റെ അത്ഭുത വിടുതലുകൾ അനുഭവിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി കർത്താവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ളതായ ബീല ടീച്ചറാണ്. കർത്താവിൻ്റെ ദാസിയുടെ ജനുവരി 12 തൻ്റെ ജന്മദിനമായിരുന്നു. 71 വയസ്സിലേക്ക് താൻ പ്രവേശിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. 71 വയസ്സ് വരെയും സർവശക്തനായ ദൈവം തൻ്റെ ദാസിയെ മാനിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തിയ ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ആമേൻ ദൈവസന്നിധിയിൽ ആ കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് താനൊരു അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം അനുഗ്രഹ സമ്പത്തായി തീരുവാൻ സർവശക്തനായ ദൈവം തൻ്റെ ഈ വാർദ്ധക്യത്തിലും തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. താനെ വാർദ്ധക്യത്തിലായിരിക്കുമ്പോഴും ഭവനത്തിനകത്താണെങ്കിലും അനേക ആയിരങ്ങൾക്ക് സുവിശേഷം പകർന്നു കൊടുക്കുവാൻ തൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇപ്പോഴും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിന് ആയി ദൈവത്തിന് നന്ദി പറയുകയും അത് തൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി തൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു. ഹല്ലേലൂയ. പ്രിയരേ, അബ്രഹാം തൻ്റെ ഭവനത്തിലായിരിക്കുന്ന ഹാഗാറിനെയും തൻ്റെ പൈതലിനെയും അവളുടെ സ്വദേശമാകുന്ന മിസ്രൈമിലേക്ക് പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുമ്പോൾ അബ്രഹാമിന് കൊടുത്തു വിടുവാനുള്ളത് ആകെ എന്ന് പറയുന്നത് അപ്പവും വെള്ളവും മാത്രമാണ്. അത് ആ വഴിയാത്രയിൽ അവർക്ക് കഴിക്കുവാനും കുടിക്കുവാനും ഉള്ളത് മാത്രമാണ് കരുതി കൊടുക്കുവാനുണ്ടായിരുന്നത്. ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് അബ്രഹാം ഹാഗാറിനെ തൻ്റെ ഭവനത്തിൽ നിന്ന് മിസ്രൈമിലേക്ക് യാത്ര അയക്കുമ്പോൾ അബ്രഹാം വിചാരിച്ചത് ഈ അപ്പവും ഈ വെള്ളവും തീരുന്നതിന് മുൻപ് തന്നെ അവൾ തൻ്റെ സ്വദേശമാകുന്ന മിസ്രൈമിലെത്തും. അവരവിടെ അവളുടെ പിതൃഭവനത്തിലെത്തി സമാധാനത്തോടെ ജീവിച്ചു കൊള്ളുമെന്നാണ് അബ്രഹാം കരുതിയത്. എന്നാൽ അബ്രഹാം കരുതുന്നത് പോലെ ആയിരുന്നില്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഹാഗാറിനെ കുറിച്ചുള്ളത്, ഇസ്മായേലിനെ കുറിച്ചുള്ളത് ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. പ്രിയരേ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കുറിച്ച് കരുതുന്ന ഒരു കരുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് വിചാരിക്കുന്ന ഒരു വിചാരമുണ്ട്. അതായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. സർവശക്തന്റെ വിചാരങ്ങളും സർവശക്തന്റെ വഴികളുമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്. വാസ്തവത്തിൽ അബ്രഹാം അങ്ങനെ ഒരു തുരുത്തി വെള്ളവും ആമേൻ അവളുടെ ചുമലിൽ വെച്ചു കൊടുത്ത് അപ്പവും എടുത്ത് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ നമ്മൾ അവിടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു തുരുത്തി വെള്ളം അവളുടെ ചുമലിൽ വെച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, അവൾക്ക് വേണ്ടിയുള്ളത് ആമേൻ അബ്രഹാമിന് കൊടുത്തു വിടുവാൻ അത്രയുമേ കഴിയുകയുള്ളായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം അപ്പോൾ ചിരിക്കുകയാ. കാരണം സ്വർഗത്തിലെ ദൈവം ആമേൻ ചിരിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഹാഗാറിന് വേണ്ടി സ്വർഗം കരുതി വെച്ചിരിക്കുന്ന ഒരു തുരുത്തിക്കകത്തല്ല. സ്തോത്രം. അബ്രഹാം ആമേൻ ഒരു തുരുത്തി വെള്ളം മാത്രം, ഒരു തുരുത്തിക്കകത്ത് മാത്രം ആമേൻ അത് കുടിക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിരിക്കുന്നത് ഒരു തുരുത്തിയിലല്ല. ആമേൻ. ഹല്ലേലൂയ. എത്ര ആയുസ്സ് ഈ ഭൂമിയുള്ള കാലത്തോളം ആമേൻ ആരെല്ലാം കുടിച്ചാലും തീരാത്ത വിധത്തിലുള്ള വെള്ളം, എത്ര തുരുത്തിയിൽ നിറച്ചാലും തീരാത്ത വെള്ളം, കുടിക്കും തോറും വറ്റി
സ്വർഗത്തിലെ ദൈവം ഹാഗാറിന് വേണ്ടി കരുതി വെച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വിചാരം എത്ര വലിയതല്ലേ നമ്മെ കുറിച്ചുള്ളത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ വിചാരിക്കുന്നത് പോലൊന്നുമല്ല. വാസ്തവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരെ നമ്മൾ കരുതുന്നത് എങ്ങനെയാ കരുതുന്നത്? ആമേൻ, നമ്മളുടെ കരുതലൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര 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 ചെറിയതാണെന്നറിയാമോ? സ്തോത്ര, ഹല്ലേലൂയ. സർവശക്തൻ വിചാരിച്ചാൽ മാത്രമേ ആമേൻ സമൃദ്ധിയായ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. സ്തോത്ര, ഹല്ലേലൂയ. ആമേൻ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ ഹാഗാറിനെ ഹല്ലേലൂയ സ്വർഗം മരുഭൂമിയിൽ മാനിക്കുവാൻ ഇടയായെങ്കിൽ അബ്രഹാമിന്റെ തുരുത്തിയിലെ വെള്ളം തീർന്നുപോയി. ആമേൻ, താൻ കൊടുത്തുവിട്ട അപ്പം തീർന്നുപോയി. ആമേൻ, മരുഭൂമിയിലെ അവൾ അന്വേഷിച്ച് നടന്ന ഒരു ദൈവമുണ്ട്. എന്നെ ഹല്ലേലൂയ അനുഗ്രഹിച്ച ദൈവം, എന്നെ സാറായുടെ വീട്ടിലേക്ക് മടക്കി അയച്ച ദൈവത്തിന്റെ ഒരു ദൂതൻ ആമേൻ ഈ മരുഭൂമിയിൽ എവിടെയോ ഉണ്ട്. ആമേൻ, ആ ദൈവത്തെ അവൾ അന്വേഷിച്ചെങ്കിൽ ആ ദൈവം അവളുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. ആമേൻ, സർവശക്തൻ അവളുടെ കണ്ണു തുറന്നു. ഹാഗാറിനോട് പറയുന്ന, ഹാഗാറേ, ഈ ഉറവയിൽ നിന്നോ നീ കോരി കുടിച്ചു കൊള്ളുക, നിന്റെ കുഞ്ഞിനും കൊടുത്തു കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ, 2025 പ്രിയരെ, സർവശക്തനായ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള വാഗ്ദത്തം ഇതാണ്. ഈ 2ാം മാസത്തിലും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ദൂതിതാണ്. ഹല്ലേലൂയ. ആമേൻ, നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി വിചാരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവുണ്ട്. നിന്റെ ഹല്ലേലൂയ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി കരുതുന്നതും ആമേൻ, അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവർ നിനക്ക് വേണ്ടി വിചാരിക്കുന്നതിനുമൊക്കെ ആമേൻ ഒരു പരിധിയുണ്ട് ദൈവ പൈതലേ. എന്നാൽ പരിധി കൂടാതെ നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ദൈവം, നമ്മെ മാനിക്കുന്ന സ്വർഗം, ഹല്ലേലൂയ, എത്ര 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 ഉപയോഗിച്ചാലും തീരാത്ത വിധത്തിൽ തലമുറയായി കുടിച്ചാലും തീരാത്ത വിധത്തിൽ സർവശക്തൻ അനുഗ്രഹിക്കുന്ന ദൈവമാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം ദൈവ പൈതലേ, നീ വിഷമിക്കണ്ട, നീ ഭാരപ്പെടണ്ട, നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ഈ മരുഭൂ പ്രയാണത്തിൽ നിന്നെ മാനിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, ആമേൻ, നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കുവാൻ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, ബോവസിന്റെ ഹല്ലേലൂയ കളത്തിലേക്ക് കുളിച്ച് വസ്ത്രം മാറി തൈലം പൂശി രൂത്ത് അർദ്ധരാത്രിയിൽ അവന്റെ കിടക്കയ്ക്കരിക്കൽ ചെന്ന് കാൽക്കൽ കിടന്നുറങ്ങി. ഹല്ലേലൂയ. ആമേൻ. അർദ്ധരാത്രി ആയപ്പോൾ ആമേൻ ബോവസ് ഞെട്ടി ഉണർന്നപ്പോൾ ചോദിക്കുന്നു, ആരാണ് എന്റെ കാൽക്കൽ കിടക്കുന്നത്? രൂത്ത് പറയുക, അടിയൻ, നിന്റെ ദാസി അടിയനാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, ബോവസ് പറയുകയാണ്, രൂത്തേ, നീ ആദ്യം ചെയ്തതിലും അധികം നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നു. നിനക്ക് അധികം കരുണ ലഭിക്കുവാൻ ഇടയായിരിക്കുന്നു. നീ മറ്റാരുടെ അരിക്കൽ പോകാതെ നിന്റെ ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരന്റെ അരിക്കൽ തന്നെ, കാൽക്കൽ തന്നെ നീ വന്നതുകൊണ്ട് നീ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് പറഞ്ഞ അവൾക്ക് വേണ്ടി ആ ബോവസ് അവളോട് പറയുകയാണ്, പ്രഭാതമാകുന്നതിന് മുൻപേ, ആൾക്കാർ നിന്നെ കാണുന്നതിന് മുൻപേ നീ പൊയ്ക്കൊള്ളുക, നീ ആ നിന്റെ പുതപ്പൊന്ന് വിരിച്ചു പിടിച്ചാട്ടെ. അവളുടെ പുതപ്പ് വിരിച്ചു പിടിച്ചപ്പോൾ 6 ഇടങ്ങഴി യവം അളന്നു കൊടുത്ത് ആമേ രൂത്തിനെ തന്റെ ഭവനത്തിലേക്ക് ബോവസ് പറഞ്ഞയക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ പ്രിയരെ, എന്റെ മനസ്സിൽ വന്ന ആമേൻ ഹല്ലേലൂയ ഒരു ആലോചന ഞാൻ പറയട്ടെ. ബോവസ് 6 ഇടങ്ങഴി യവം അളന്ന രൂത്തിന്റെ പുതപ്പിൽ കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ് നീ 6 ഇടങ്ങഴിയായിട്ട് അളന്നു കൊടുക്കുന്നത്? സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അധികം ദിവസങ്ങൾ പിൻചൊല്ലുന്നതിന് മുൻപേ അവൾ ഈ വയലിന്റെ എല്ലാം ഉടമസ്ഥയായി മാറാൻ പോകുകയാണ്. ഇതെല്ലാം അവളുടേതായി മാറാൻ പോകുകയാണ്. നീ അളക്കുന്ന അളവ് എന്തിനാണ് ഇങ്ങനെ അളക്കുന്നത്? വെറുതെയാണല്ലോ. ആമേൻ ഹല്ലേലൂയ. അതെ, സ്വർഗത്തിലെ ദൈവം ചിരിക്കുകയായിരുന്നു. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, പലരും നമുക്ക് അളന്നു തരുമ്പോൾ ഒരു പക്ഷേങ്കിൽ നമുക്കത് മനസ്സിന് ഭാരമായിരിക്കുമ്പോൾ, കുറഞ്ഞു പോയെന്ന് വിചാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ ഭാരപ്പെടണ്ട,
നീ വിഷമിക്കേണ്ട, നിനക്ക് വേണ്ടി അത് സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വയലിന്റെ ഉടമസ്ഥയായി മാറുവാനായി രൂത്തിനെ ദൈവം കണ്ടുവച്ചിരിക്കുക. ഹല്ലേലൂയ. ബോവസ് 6 ഇടങ്ങഴി അളന്ന ഒരു ദാസിക്ക് കൊടുത്തു വിടുന്നത് പോലെ അവൾക്ക് കൊടുത്തു വിടുമ്പോൾ സർവശക്തൻ പറയുക, അവൾ ഇനി ദാസിയല്ല, ഈ വയലിന്റെ ഉടമസ്ഥയായി മാറാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, സർവശക്തന്റെ കരുതൽ അത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി കരുതിയെങ്കിൽ മാത്രമേ നമ്മളുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു സമൃദ്ധി പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എത്ര ധ്വാനിക്കുന്നു, എത്ര ശമ്പളം മേടിക്കുന്നു, എനിക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. മിനിസ്ട്രിയിലൊക്കെ, ഗൾഫ് രാജ്യങ്ങളിൽ മിനിസ്ട്രിയിലൊക്കെ ജോലി ചെയ്തിട്ട് പോലും കടഭാരത്തിലും ആമേൻ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്ന ധാരാളം പേരുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, ചാർച്ചക്കാർക്ക് വേണ്ടിയൊക്കെ കൊടുത്ത് ആമേൻ അവരുടെ ജീവിതത്തിൽ ആമേൻ ഒരു നിക്ഷേപമില്ലാതെ എന്നും കടത്തിലും ഭാരത്തിലും ഒക്കെ ആയിരിക്കുന്ന അനേകരെ എനിക്കറിയാം. സ്തോത്ര. ഹല്ലേലൂയ. കാരണം വിദേശത്തൊക്കെ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ദിനം പ്രതി ധാരാളം ഫോൺ കോളുകളാണ് ചെല്ലുന്നത്. അവരുടെ ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ, സ്നേഹിതരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഓരോ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അനേകം ആവശ്യങ്ങൾ കേട്ട് ഓരോന്നിനും അവരെ ആമേ സഹായിച്ചും കൈത്താങ്ങൾ ചെയ്തും ആമേ പല പ്രിയപ്പെട്ടവരും വലിയ കടങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നോക്കിക്കേ, രൂത്തിനെ നോക്കിക്കേ, അവൾ ഒരു ദാസിയായി ആമേൻ ആ കളത്തിലേക്ക് കടന്നു വന്നു. സ്വർഗം പറയുകയാണ്, അവൾ ആ വയലിന്റെ യജമാനത്തിയായി മാറി. ഹല്ലേലൂയ. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കറിയാം, പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സുവിശേഷങ്ങൾ പറയുന്ന ഒരു കാര്യം, അവൾ 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന സ്ത്രീയായിരുന്നു. ഹല്ലേലൂയ. അവളുടെ അഡ്രസ് ആവട്ടെ, അവളെ കുറിച്ച് യാതൊന്നും, അവളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ അവളുടെ വീട് എവിടെയാണെന്നോ ഒന്നും ബൈബിൾ പറയുന്നില്ല. മഗ്ദലയിലുള്ളതായ മറിയ എന്ന് മാത്രമേ അവളെ കുറിച്ച് ഒരു അഡ്രസ് ബൈബിൾ കൊടുക്കുന്നുള്ളൂ. ഹല്ലേലൂയ. മഗ്ദലയിലുള്ളത് കൊണ്ട് മഗ്ദലക്കാരി മറിയ എന്ന എല്ലാവരും അവളെ വിളിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. അത്ര മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ ആമേൻ അവൾ കർത്താവിനെ കണ്ടുമുട്ടിയ സമയത്ത് അവളുടെ ജീവിതത്തിൽ അവളെ ബാധിച്ചിരുന്ന 7 ഭൂതങ്ങൾ വിട്ടുപോയപ്പോൾ അവൾ കർത്താവിനെ ശുശ്രൂഷിച്ചും കർത്താവിനെ അനുഗമിച്ചും കൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, കർത്താവ് അവൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന ആമേൻ വിശേഷതേറിയ അനുഭവങ്ങൾ അവൾ പോലും അറിഞ്ഞിരുന്നില്ല. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ അനുഗമിക്കുമ്പോൾ ആമേൻ നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ സഹോദരിമാരെ കുറിച്ചുള്ള മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ ആ ഭാഗങ്ങൾ പറയാറുണ്ട്. വളരെയധികം സഹോദരിമാരെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിനെ അനുഗമിച്ചു കൊണ്ടിരുന്നു. അവർ കർത്താവിനെ ശുശ്രൂഷിച്ചും കർത്താവിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തും വസ്തുവകൾ വിറ്റുമൊക്കെ കർത്താവിനെ അനുഗമിച്ച അനേക സഹോദരിമാരുണ്ട്. അവരൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ അവരുടെയൊക്കെ ഇടയിൽ ഒരു വ്യക്തിയായിട്ടാണ് മഗ്ദലക്കാരി മറിയ ആയിരിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറിച്ചൊക്കെ അഡ്രസ് പറയുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരുടെ പേര് പറഞ്ഞ് അവരുടെ ജോലി പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ബൈബിൾ അവരെ അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ മഗ്ദലക്കാരി മറിയെ മാത്രം അങ്ങനെ അവളുടെ സ്ഥലത്തിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ 7 ഭൂതം വിട്ടുപോയ സ്ത്രീ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഓർത്ത് നോക്കിക്കേ, ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഒരു അനേകർ അവളെ ഒരു പക്ഷേങ്കിൽ ആമേൻ പുച്ഛിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവളെ ആമേൻ ഹല്ലേലൂയ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊന്നും അവൾ കാര്യമാക്കിയില്ല. പ്രിയമുള്ളവരെ, വാസ്തവമായിട്ട് ഹല്ലേലൂയ അവൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവിന് ഒരു കാര്യം അറിയാമായിരുന്നു. പുതിയ നിയമത്തിന്റെ ആദ്യത്തെ സുവിശേഷകയാകാൻ പോകുന്നത് ഈ മഗ്ദലക്കാരി മറിയാണെന്നുള്ളത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ആമേൻ. ആരെല്ലാം എത്രയെല്ലാം നല്ല അഡ്രസ് ഉള്ളവരെല്ലാം കർത്താവിനെ അനുഗമിച്ചെങ്കിലും, ആരെല്ലാം കർത്താവിനെ പിൻഗമിച്ചെങ്കിലും, ഏതെല്ലാം വീട്ടിൽ ഏതെല്ലാം ശുശ്രൂഷകൾ നടന്നെങ്കിലും, ഈ മഗ്ദലക്കാരി മറിയാണ്
ആദ്യത്തെ സുവിശേഷകയായി മാറുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ആമേൻ, ഈ കർത്താവ് മറിയയോടാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറ, ആമേൻ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാൻ, ആമേ, കർത്താവിന്റെ ശിഷ്യന്മാരോട്, സഹോദരന്മാരോട് അറിയിക്കുവാൻ, ലോകത്തോട് അറിയിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ആദ്യത്തെ സുവിശേഷക എന്ന് പറയുന്നത് മഗ്ദലക്കാരി മറിയയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ആമേൻ, പരിശുദ്ധാത്മാവ് എത്ര, ആമേൻ, അത്ഭുതകരമായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. മറിയ കർത്താവിനെ ആദ്യമായി, ആമേൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യമായി കാണുന്നത് മറിയയാണ്. സ്തോത്രം. വാസ്തവത്തിൽ കർത്താവിന്റെ അമ്മ മറിയൊക്കെ എത്ര കരഞ്ഞും കൊണ്ടായിരുന്നവരാണ്. ആമേൻ. അവർക്ക് ആർക്കും ലഭിക്കാത്ത ഭാഗ്യം, ആമേൻ, ഈ മഗ്ദലക്കാരി മറിയയ്ക്ക് ലഭിച്ചു. സ്തോത്ര, ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, സർവശക്തന്റെ അത്ഭുത പ്രവൃത്തി എത്ര വർണ്ണിച്ചാലും നമുക്ക് മതി വരികയില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ കർത്താവ് വിളിക്കുമ്പോൾ, നമ്മെ വേർതിരിക്കുമ്പോൾ, ഒരു പക്ഷേ ജാതീയ പശ്ചാത്തലങ്ങളിൽ നിന്ന്, ആമേൻ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ആമേൻ, ഇരുട്ടിന്റെ, ആമേൻ, തടവറകളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുമ്പോൾ, ഈ യേശു കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിക്കുമ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല സർവശക്തൻ നമ്മെ ഏതെല്ലാം വിധത്തിൽ മാനിക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. ഞാനും ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം. സർവശക്തൻ ഇങ്ങനെയൊക്കെ എന്നെ ഉപയോഗിക്കുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പഠിച്ചു, നഴ്സിംഗ് പഠിച്ചു, വിദേശ രാജ്യങ്ങളിൽ പോകാം എന്നുള്ള രീതിയിൽ പാസ്പോർട്ടും എടുത്തു വെച്ചു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ, എൻ്റെ സ്വന്തം ദേശമായ ചങ്ങനാശ്ശേരിയിൽ ചില ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ പ്രാക്ടീസും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സർവശക്തൻ എന്നെ സുവിശേഷ വേലയ്ക്കായി വിളിച്ചു വേർതിരിച്ചതാ. ഞാൻ പോയി പായപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കുന്നതും അവിടെ നിന്ന് തുടർന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതും കൃപയാൽ, ഹല്ലേലൂയ, ഇത് 30-ാമത്തെ വർഷമാകുന്നു സുവിശേഷ വയലിലായിട്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പവർ വിഷൻ ടിവിയിലൂടെ സുവിശേഷ ഘോഷണം ചെയ്യുവാൻ സർവശക്തനായ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. ഹല്ലേലൂയ. പ്രിയരെ, ആമേൻ, ഇതൊക്കെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയുവാനില്ല. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രിയ ഭർത്താവ് എന്നോട് പറഞ്ഞത്, ഒരു സാക്ഷ്യം ഒന്ന് പറയാമോ എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയില്ല, എനിക്ക് അങ്ങനെ പറയാനുള്ള കഴിവില്ല, എനിക്ക് അറിയില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്നാൽ സർവശക്തനായ ദൈവം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പവർ വിഷൻ ടിവിയിലൂടെ സുവിശേഷ ഘോഷണം നടത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അനേകായിരങ്ങൾക്ക് വിടുതൽ, അനേകായിരങ്ങൾക്ക് അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, അനേകർക്ക് ജോലി ലഭിക്കുവാൻ, അനേകർക്ക് സൗഖ്യം ലഭിക്കുവാൻ, അനേകരുടെ വിവാഹം നടക്കുവാൻ, അനേകരുടെ ഭവനം പണിയുവാൻ, ആമേ, പ്രാർത്ഥനയിലൂടെ അനവധി വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, ആമേ, സർവശക്തൻ നമ്മെ മാനിക്കുന്ന വിധങ്ങൾ, സർവശക്തൻ നമ്മെ ഉയർത്തുന്ന വിധങ്ങൾ നമുക്ക്, ആമേൻ, ഹല്ലേലൂയ, ആർക്കും വിചാരിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതിലൊക്കെ അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിദേശ രാജ്യത്തേക്ക് പോകുവാൻ ഞാൻ പാസ്പോർട്ട് എടുത്തു വെച്ചത് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഹല്ലേലൂയ, എൻ്റെ പാസ്പോർട്ടിൽ, ആമേൻ, ഒരു രാജ്യത്തേക്കുള്ള വിസയിൽ അടിച്ചിരിക്കുന്നത് പല രാജ്യങ്ങളിലേക്ക് പോകുവാൻ സർവശക്തനായ ദൈവം ഈ സുവിശേഷവുമായി, ഈ സുവിശേഷത്തിന്റെ സാക്ഷ്യവുമായി പല രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്ന് പൽക്കാലം, പ്രിയരെ, നമുക്കൊരു കാര്യം അറിയാം. ആമേൻ. നമ്മൾ വിചാരിക്കുന്നത് പോലെയോ, നമ്മുടെ മാതാപിതാക്കൾ വിചാരിക്കുന്നത് പോലെയോ, നമ്മുടെ പ്രിയപ്പെട്ടവർ വിചാരിക്കുന്നത് പോലെയോ അല്ല സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച്, ആമേൻ, ഹല്ലേലൂയ, പദ്ധതി
പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. കർത്താവിന്റെ പദ്ധതി എത്ര ശ്രേഷ്ഠമാണ്, എത്ര വിലയേറിയതാണ്. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ, നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ സമ്പത്തോ ഒന്നും ദൈവത്തിന് ആവശ്യമേ ഇല്ല. അതൊന്നും ദൈവം നോക്കുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ അതൊക്കെ ആവശ്യമാണ്. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സൗന്ദര്യം ആവശ്യമാണ്, നമ്മുടെ ഹൈറ്റ് ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ നമുക്കിവിടെ ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആമേൻ നന്നായി സമ്പത്തുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും ഇവിടെ ആവശ്യമാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. സർവശക്തൻ ഒരാളെ മാനിക്കുവാൻ തുടങ്ങിയാൽ, സർവശക്തൻ ഒരാളെ ഉയർത്തുവാൻ തുടങ്ങിയാൽ, ആമേൻ, സർവശക്തൻ ആരുടെയും ആമേൻ പിന്തുണയൊന്നും ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പിറകിൽ നിന്ന് ആരും സപ്പോർട്ടൊന്നും ചെയ്യണ്ട. ഈ വ്യക്തി ആമേൻ ഗ്രേസി ബിജു എന്ന് പറയുന്ന ഈ വ്യക്തി സുവിശേഷ വേലക്കാരിയാണ്, സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്, ഈ നല്ല സാക്ഷ്യമുള്ള വ്യക്തിയാണെന്നൊന്നും കർത്താവിന്റെ ഒരിക്കൽ ആരും സപ്പോർട്ടൊന്നും പറയണ്ട. ആരുടെയും സപ്പോർട്ട് കൂടാതെ സർവശക്തൻ മാനിക്കുന്ന ദൈവമാണ്, സർവശക്തൻ ഉയർത്തുന്ന ദൈവമാണ്, സർവശക്തൻ ഉപയോഗിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് വൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും വിശ്വസ്തതയും ഉള്ളവരായി നിന്നാൽ കർത്താവ് നമ്മളെ മാനിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ കീഴെ അല്ലെങ്കിൽ അരികത്ത് അല്ലെങ്കിൽ അടുക്കൽ ആയിരുന്നു എന്നുള്ളത്. ഇറച്ചിക്കലങ്ങളുടെ അടുക്കലായിരുന്നു എന്നുള്ളത്. അവർ ഇറച്ചി തിന്നു എന്ന് പറയുന്നില്ല, ഇറച്ചിക്കലങ്ങളുടെ അടുക്കലായിരുന്നു, അരികലായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ അവർ ആയിരിക്കുമ്പോൾ അവർക്ക് ആ ഇറച്ചി വേവുന്ന മണം അവരുടെ മൂക്കിൽ ആഞ്ഞടിക്കുമ്പോൾ അവർക്ക് ഹല്ലേലൂയ വളരെ ആഗ്രഹം അതിനോടുണ്ടായിരിക്കും അല്ലേ? സ്തോത്ര. ഹല്ലേലൂയ. നമുക്കറിയാലോ, നമ്മൾ ഈ വഴിയാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ല മസാലയൊക്കെ ഇട്ടുള്ള നല്ല ഫുഡിന്റെ ഒക്കെ മണം വരുമ്പോൾ നമ്മൾ പറയും, കുഞ്ഞുങ്ങളൊക്കെ പറയും, പപ്പ അവിടേക്ക് കയറാം. അങ്ങനെ ആ ആഗ്രഹമാണ് അവരെ അതിലേക്ക് എത്തിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ഒരു പക്ഷേങ്കിലും പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ, ഇറച്ചിക്കലങ്ങളുടെ അരികെ ആയിരുന്നപ്പോൾ അവരുടെ മനസ്സിൽ പല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെടുന്നു, ഞങ്ങൾ ജോലി ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇച്ചിരി ഇറച്ചി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ അവർ ആഗ്രഹിച്ചു. ആമേ. പക്ഷേ ആമേ, ഫറവോ അവർക്ക് ഇറച്ചി കൊടുത്തില്ലെങ്കിലും ആമേൻ, സ്വർഗത്തിലെ ദൈവം ആമേൻ അതും നോക്കി, കർത്താവ് നോക്കി, അതൊക്കെ നോക്കി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയാവോ? ആമേ, ഫറവോയുടെ ഒരു ഇച്ചിരി ഇറച്ചി തിന്നാനായിട്ട് ഇസ്രായേൽ മക്കൾ ആഗ്രഹിച്ചിട്ട് അവർക്ക് കൊടുത്തില്ലല്ലോ. കർത്താവ് അപ്പൊ ചിരിക്കുക. എന്താണെന്നറിയാമോ? മരുഭൂമിയിൽ വെച്ച് ഇവര് ഇറച്ചി തിന്നിട്ട് ഇവരുടെ വായിൽ കൂടിയും മൂക്കിൽ കൂടിയും, ഇവരുടെ ആമേൻ വായിൽ കൂടിയും മൂക്കിൽ കൂടിയും പുറത്തേക്ക് വരുന്ന രംഗമോർത്തിട്ട് കർത്താവ് ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാരണം ആമേൻ സംഗീതനക്കാരൻ എഴുതിയിരിക്കുന്നു, അവൻ മരുവാസികൾക്ക് ആമേൻ ഹല്ലേലൂയ ലിവ്യാഥാന്റെ തല തകർത്ത് ആമേൻ അവർക്ക് ഇറച്ചി തിന്മാൻ കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ കാടപ്പക്ഷികൾ അവരുടെ കൂടാരത്തിന് അടുത്ത് വന്ന് ആമേൻ അവരുടെ കൈ കൊണ്ട് പിടിക്കാവുന്ന രീതിയിൽ പറന്നു നിന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ ഇറച്ചിക്കലങ്ങളുടെ അരികെ നിന്നവരുടെ കൂടാരത്തിന്റെ വാതിൽക്കൽ ആമേൻ ഹല്ലേലൂയ കാടപ്പക്ഷി വന്ന് പറന്നു നിൽക്കുകയാ. അവരുടെ കൈ കൊണ്ട് അവയെ പിടിച്ച് അവർ കലത്തിലിട്ട് പുഴുങ്ങി ആമേൻ അവർ തിന്നു. ഹല്ലേലൂയ. മിസ്രൈമിൽ അവർ ഇറച്ചിക്കലങ്ങളുടെ അരിക്കലായിരുന്നെങ്കിൽ മരുഭൂമിയിൽ അവരുടെ കലത്തിൽ ഇറച്ചി വേവിച്ചവർ തിന്നുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആമേൻ ഹല്ലേലൂയ അവർക്ക് കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവര് തിന്ന വായിൽ കൂടിയും മൂക്കിൽ കൂടിയും വരത്തക്കവണ്ണം സ്വർഗം അവരെ അനുഗ്രഹിച്ച ദൈവം. ഇന്ന് വൽക്കാല ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ദൈവം കൊടുക്കാൻ തുടങ്ങിയാൽ ആമേൻ ഹല്ലേലൂയ മാനുഷിക കണക്കുകൾക്കൊക്കെ അപ്പുറമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവമാ. സ്തോത്രം. മനുഷ്യർ തരുമ്പോൾ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നമ്മളിങ്ങനെ കരഞ്ഞും വിലപിച്ചും
പിറുപിറുത്തും നിരാശപ്പെട്ടും ഒക്കെ ഇരിക്കുക. നമുക്ക് എന്തെങ്കിലും എത്ര കാര്യങ്ങൾ കിട്ടിയാലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 99 കാര്യം കിട്ടിയിട്ട് ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കുന്നവരാ. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഒരു കാര്യം കിട്ടാത്തതിനെ കുറിച്ച്. 99 കാര്യം കിട്ടിയതിനെ കുറിച്ച് നമ്മൾ നന്ദി പറയുകയോ സ്തോത്രം ചെയ്യുകയോ ചെയ്യത്തില്ല. ഹല്ലേലൂയ. കിട്ടാത്തതിനെ കുറിച്ച് എന്നും നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ കിട്ടിയ നന്മകൾക്കായി നന്ദി പറഞ്ഞാൽ സർവശക്തൻ പിന്നെയും പിന്നെയും നമ്മെ അനുഗ്രഹിപ്പാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ച സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് ഹല്ലേലൂയ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ കൃപ പകരുമാറാകണമേ. ആരെങ്കിലും ഹല്ലേലൂയ കരഞ്ഞുകൊണ്ട് ഭാരത്തില, ബുദ്ധിമുട്ടില, ഞെരുക്കത്തില, ആമേനെ ഹല്ലേലൂയ കഷ്ടതയുടെ നടുവില കർത്താവേ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ തന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി സ്വർഗം മാനിക്കണം, അനുഗ്രഹിക്കണമേ. ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് ഈ പ്രോഗ്രാം ചെയ്ത ആമേനെ ഹല്ലേലൂയ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയ ബിയുല ടീച്ചറിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസിയോട് കർത്താവിന് കരുണ തോന്നണം, മനസ്സലിയണമേ. ഒരായുസ്സും കൂടെ കർത്താവ്, ഒരു വർഷം കൂടെ ആയുസ് നൽകി കൊടുത്ത ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. 71 വർഷം ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് കർത്താവേ അങ്ങയുടെ വീര്യപ്രവൃത്തികൾ കണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ തന്റെ ദാസിയെ സഹായിച്ച വൻകൃപകൾക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പിന്നെയും അങ്ങയുടെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തന്റെ ദാസിയെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തന്റെ ജീവിതത്തിലും തന്റെ കുടുംബത്തിലും നീതിയായി കണക്കിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ തലമുറയ്ക്ക് നീതിയായി കണക്കിടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്ന നാഥ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഭാരത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്നുവെങ്കിൽ അവരെ എല്ലാ സ്വർഗം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കയാൽ സ്തോത്രം, പൊന്നുനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. പ്രിയ പിതാവേ, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയവരും ഞങ്ങളെ അറിയിക്കുക. ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.